ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുരക്ക കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൂരി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകവും പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിട്ട് കൊടുത്തതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ചുവന്നുള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചുവന്നുള്ളിയാണ് കേട്ടോ. ഇതിട്ട് കൊടുത്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇത്രയും കളറായാൽ മതി കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് തക്കാളിക്കാണ്. ഒരു മീഡിയം സൈസുള്ള തക്കാളിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിക്കൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്ത തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണേ. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത സാധനങ്ങളെല്ലാം തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സർ ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. വീണ്ടും സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ജീരകമെല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ചേർക്കുന്നത് 4 ഗ്രാമ്പു, 2 ഏലക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയിലോട്ടുണ്ടല്ലോ 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ നമുക്ക് ചേർക്കാം. അങ്ങനെ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിന്ന് വാടിക്കിട്ടും. ഇത് നോക്കി സവാളയുടെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഉണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇതാ നോക്കിക്കേ, തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നല്ലതായിട്ടൊന്ന് മൂത്തതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്ത പൊടികളൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റണേ. ഈ അരപ്പിട്ട് കൊടുത്തിട്ട് അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളമൊക്കെ വറ്റിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ തുടങ്ങും. അത് നോക്കി ഇതേ രീതിയിൽ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചുരക്കയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ചുരക്ക എടുത്തിട്ടുണ്ട്. ചുരക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ്
അകത്തുള്ളതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ആദ്യം നമ്മൾ ആ സവാള വഴറ്റുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയേ ചേർത്തുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ, പച്ചവെള്ളം ചേർക്കണ്ട. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചായയൊക്കെ കുടിക്കുന്ന വലിയ കപ്പുണ്ടല്ലോ, അതിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിതിലോട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഈ ചുരക്കിയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി വന്നിട്ടുണ്ട്. ചിക്കൻ കറി പോലും തോറ്റുപോകും, അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല പൗഡറാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരുമല്ലോ, അതേപോലത്തെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുപോലെ ഇഡ്ഡലി, ദോശ, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ചുരക്ക കൊണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ള കറിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും, അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ, അന്നേരം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കറികളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.